വിലവർദ്ധനവിൽ നിന്നും 100% പരിരക്ഷ. ആഭരണങ്ങൾക്ക് 0% പണിക്കൂലി. പൂക്കൂട്ടുംപാടം മാരിഗോൾഡ് അവതരിപ്പിക്കുന്നു മാരിപ്പൊന്ന് 2025. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 04931200916. ജൽജീവൻ മിഷനായി പൊളിച്ച റോഡ് നന്നാക്കിയില്ല. അമരമ്പലം പഞ്ചായത്തിലെ പാറയ്ക്കപ്പാടം പാലമല നിവാസികൾ യാത്ര ചെയ്യുന്നത് ദുരിതം സഹിച്ച്. സമീപത്ത് ഹൗസ് പ്ലോട്ടിനായി തരം മാറ്റിയ ഭൂമിയിൽ നിന്നും മണ്ണൊലിച്ച് റോഡിലടിഞ്ഞതും ഇവിടത്തുകാരുടെ ദുരിതം ഇരട്ടിയാക്കി. 70-ലധികം ആളുകളാണ് പാലമലയിൽ അധിവസിക്കുന്നത്. 1 വർഷം മുമ്പാണ് ഇവിടേക്കുള്ള പാതയോരം കീറി ജൽജീവൻ മിഷനായി പൈപ്പിട്ടത്. എന്നാൽ ടാറിംഗ് അടക്കം അടർത്തി പൈപ്പിട്ട് പോയി എന്നല്ലാതെ അത് പൂർവ്വസ്ഥിതിയിലാക്കാൻ ബന്ധപ്പെട്ടവർക്ക് കഴിഞ്ഞില്ല. ഒരാഴ്ച മുമ്പ് മഴ കനത്തതോടെ പൈപ്പിട്ട ഭാഗത്തെ മണ്ണെല്ലാം ഒലിച്ചുപോയി തോടിന് സമാനമായ സ്ഥിതി. ചെറിയൊരു വാഹനത്തിന് പോലും കടന്നുപോകാൻ പറ്റാത്ത അവസ്ഥയായി മാറിയിട്ടുണ്ട്. 5ഓളം സ്കൂളിന്റെ ബസ്സുകളാണ് ഇതിലൂടെ കുട്ടികൾക്കായി വരുന്നത്. അടുത്ത ദിവസം സ്കൂൾ തുറക്കാനിരിക്കെ സ്കൂൾ ബസ്സുകൾക്ക് പോലും ഇനി എത്താൻ കഴിയാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. ഇതോടെ ഇനി കുട്ടികളും ദുരിതത്തിലാവും. ഇതുമാത്രമല്ല, പ്രദേശത്തെ ഏക്കർ കണക്കിന് സ്ഥലത്തെ റബ്ബർ മരങ്ങൾ മുറിച്ചുമാറ്റി ഹൌസ് പ്ലോട്ടുകളാക്കി ഭൂമി തരം മാറ്റിയിട്ടുണ്ട്. ഇതിന്റെ അവസ്ഥ 2 വർഷമായിട്ട് ഈ റോഡ് ഇങ്ങനെ കിടക്കുകയാണ്. ഈ വാട്ടർ അതോറിറ്റിക്കാർ വന്ന് കീറിങ്ങാണ്ട് ചാലാക്കി പോയതാ. ഇത് കഴിഞ്ഞ ആഴ്ച അതിന്റെ മുമ്പത്തെ ആഴ്ചയാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ ഒരു പ്രതിഷേധമല്ല, കാരണം മഴ പെട്ടെന്ന് വന്നു. കഴിഞ്ഞ വർഷം ഇതുപോലുള്ള ഈ ദുരിതം ഉണ്ടായിട്ട് നമ്മൾ ഈ നാട്ടിലെ വേണ്ടപ്പെട്ട അധികാരികളോട് പറഞ്ഞതാ. അന്ന് എൻ്റെ സുഹൃത്താണ് ഇവിടെ ലോഡ് കോറി വേസ്റ്റ് ഇട്ടുകൊണ്ട് ഇത് റെഡിയാക്കി തന്നത്. പക്ഷെ ഈ വർഷം നമ്മൾ ചോദിക്കുമ്പോഴൊക്കെ അവർ പറയുന്നത് ഇത് അടുത്ത ആഴ്ച റെഡിയാക്കും, ഈ മാസം റെഡിയാക്കും. ഈ പരിസര പ്രദേശങ്ങളിലുള്ള റോഡുകളൊക്കെ ഇതുപോലുള്ള റോഡുകളൊക്കെ റെഡിയാക്കി. ഈ ദുരിതം ഈ ചെങ്കുത്തമായിട്ടുള്ള ഇറക്കല്ല സ്ഥലത്ത് സ്ത്രീകളും കുട്ടികളടക്കം 100 കണക്കിന് ആളുകൾ കടന്നു പോണ വഴിയാണിത്. 100 കണക്കിന്. മറ്റന്നാൾ തിങ്കളാഴ്ച സ്കൂൾ തുറക്കാണ്. സ്കൂൾ തുറക്കുമ്പോൾ ഒരു സ്കൂൾ വണ്ടി പോലും ഈ റോഡിലൂടെ വരാൻ കഴിയൂല. കാരണം ഒരു ബൈക്ക് പോകാനുള്ള വീതിയായി ഈ റോഡ് മാറിയിട്ടുണ്ട്. എത്രയോ ആളുകൾക്ക് ഇവിടെ അപകടം സംഭവിച്ചിട്ടുണ്ട്. ഇത് ഒരു വാഹനങ്ങൾ ഓടിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ഈ നാട്ടിൽ നിഷേധിക്കപ്പെടുമ്പോൾ ഇതിനെതിരെ ശക്തമായിട്ട് ഞങ്ങൾ നാട്ടുകാരെ നിലക്ക് പ്രതിഷേധിക്കുകയാണ്. ഇതിലൊരു രാഷ്ട്രീയമോ മതമോ കാര്യങ്ങളോ ഒന്നും ഞങ്ങൾ കൂട്ടിച്ചേർക്കുന്നില്ല. ഞങ്ങൾ ഒറ്റ പ്രശ്നമുള്ളൂ. ഈ നാട്ടിലെ 100 കണക്കിന് ആളുകൾക്ക് പോകാനുള്ളൊരു വഴിയാണിത്. ഈ പാലമല ഈ നിൽക്കുന്ന ഈ സ്ത്രീകളും കുട്ടികളൊക്കെ അടക്കം ഈ വഴിയിൽ ഇവിടെ താമസിക്കുന്ന ആളുകളാണ്. അവർക്ക് പോവാനുള്ള ഈ വഴി എത്രയും പെട്ടെന്ന് ശരിയാക്കണം. കാരണം 2 വർഷമായിക്കൊണ്ട് ഈ റോഡിന്റെ ഈ നീതി നിഷേധത്തെ ഞങ്ങൾ ശക്തമായി പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് ചോദിച്ചാലും അവർക്ക് പറയാനുള്ളത് ഈ ആഴ്ച റെഡിയാക്കും, മറ്റാഴ്ച റെഡിയാക്കും. ഈ മഴക്കാലത്ത് എങ്ങനെ പോകും? മഴവെള്ളത്തിൽ ഇവിടെയുള്ള ലോഡ് കണക്കിന് മണ്ണാണ് പൈപ്പ് കീറിയ ചാലിലൂടെ ഒഴുകിയെത്തി റോഡിന്റെ പല ഭാഗങ്ങളിലും അടിഞ്ഞുകൂടിയിട്ടുള്ളത്. ഈ കാരണത്തിൽ സമീപത്തെ പല വീടുകളിലേക്ക് പോലും കയറാൻ കഴിയാത്ത അവസ്ഥയാണ്. കഴിഞ്ഞ ദിവസം നാട്ടുകാർ JCBയുടെ സഹായത്തോടെയാണ് റോഡിൽ നിന്ന് മണ്ണ് നീക്കം ചെയ്ത് ഗതാഗത യോഗ്യമാക്കിയത്. ഇത്രയധികം ആളുകൾ ദുരിതം പേറിക്കഴിഞ്ഞിട്ടും അധികൃതർ നടപടിയെടുത്തില്ലെന്ന ആരോപണവുമുണ്ട്. ഇപ്പോൾ ഈ നിൽക്കുന്ന പ്രദേശത്ത് മണ്ണ് എടുത്തുകൊണ്ട് സ്ഥലം ലെവലാക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. അവിടുത്തെ മുഴുവൻ മണ്ണും ഈ റോഡിലൂടെ വന്ന് ആളുകൾക്ക് നടക്കാൻ പോലും കഴിയാത്ത വലിയ സ്ഥിതിയാണ്. ഇത് 2 വർഷമായി മെമ്പറെ കൃത്യമായി ബോധ്യപ്പെടുത്തുകയാണ്. പക്ഷേ ഈ പ്രദേശത്തൊന്ന് സന്ദർശിക്കാനോ ഇതിന് കൃത്യമായ പഞ്ചായത്തിലോ ഇടപെടാനോ തയ്യാറാവുന്നില്ല എന്നുള്ള വസ്തുതയാണ്. കാരണം എന്താ വെച്ചാൽ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം എന്താ വെച്ചാൽ ഇവിടെ മെമ്പറോട് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. മെമ്പറെ കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ള ആളുകളെ കൂടി കാണേണ്ട ഒരു സ്ഥിതിയാണ് നമ്മുടെ ഈ വാർഡിലുള്ളത്. കാരണം എന്താ വെച്ചാൽ മെമ്പർക്ക് കൃത്യമായ ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിയാത്ത ഒരു വാർഡാണ് നമ്മുടെ വാർഡ്. അതുകൊണ്ട് അതിൻ്റെ ഒരു ദൗർബല്യം ഈ വാർഡിൽ നിലനിൽക്കുകയാണ്. അപ്പം അതിൻ്റെ ഭാഗമായി ഈ പ്രദേശത്തെ ആളുകൾ കൂടിക്കൊണ്ട് JCB ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടുത്തെ മണ്ണ് നീക്കിയിട്ടുള്ളത്. ഇനിയും ഇതേ ദുരന്തം അനുഭവിക്കണം. മഴ തുടങ്ങിയിട്ടില്ല. ശക്തമായ മഴ വരും ദിവസങ്ങൾ വരാൻ പോവുകയാണ്. ന്യൂനമർദ്ദം ശക്തമായതിനാൽ മുമ്പ് തന്നെ മഴ തുടങ്ങിയ ഒരു അവസ്ഥ നിലവിലുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ ജനങ്ങളെ കൂടെ നിന്നുകൊണ്ട് നമ്മുടെ ഈ പ്രദേശത്ത് ആളുകൾക്ക് സൗകര്യമായി ജീവിക്കാൻ, അല്ലെങ്കിൽ അസുഖമായ ഒട്ടനവധി ആളുകളുണ്ട്, അവർക്ക് കൃത്യമായി ഗതാഗത യോഗ്യമാക്കാനുള്ള ഇടപെടൽ പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. ഒരു വണ്ടി ഏതെങ്കിലും ഒരു പെട്ടെന്നൊരു എമർജൻസി ഒരു വണ്ടി വരുമോ, ഒരു ആംബുലൻസോ അല്ലെങ്കിൽ ഒരു ചരക്ക് വണ്ടിയോ ഈ വഴിക്ക് കയറി പോവുകയില്ല. ഒരു കാറ് വരെ ഇപ്പം കയറി പോകാൻ വരാത്ത അവസ്ഥയാണ്. ഓട്ടോറിക്ഷയും പോവുകയില്ല. പിന്നെ ഞാൻ തന്നെ ഇവിടെ 2 പ്രാവശ്യം വീണു. ഇപ്പം ഈ അടുത്ത ദിവസങ്ങളിൽ കാല് കുത്തിയോണ്ട് വലിയ പരിക്കില്ലാണ്ട് രക്ഷപ്പെട്ടു. ഈ ചെളി അതിന് മാത്രം ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഈ റോഡ് കൊണ്ട് നല്ല ബുദ്ധിമുട്ടുണ്ട്. സ്ത്രീകളൊക്കെ കുറെ വണ്ടി ഓടിച്ചു പോകണാണ്, കുട്ടികൾ സ്കൂൾക്ക് പോകാനുള്ളതാണ്. നല്ല ബുദ്ധിമുട്ടുണ്ട്. ഒരു ഓട്ടോറിക്ഷ പോലും ഇതിലെ കിടക്കില്ല. എല്ലാവർക്കും നല്ല ബുദ്ധിമുട്ടാണ്. സ്കൂൾ തുറക്കാണ് തിങ്കളാഴ്ച, ബസ് വരാൻ പറ്റൂല. ഇവിടുന്ന് ഒരുപാട് ദൂരം നടന്നു പോകേണ്ട അവസ്ഥയാണ്. അപ്പൊ അത് എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം കാണണം. ഓട്ടോറിക്ഷ പോകാൻ പറ്റിയ സൗകര്യം ഇവിടെ അല്ല. അപ്പൊ അതുകൊണ്ട് കുട്ടികളൊക്കെ വണ്ടി സ്കൂളിൽ പോണ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ സൈക്കിളിൽ വരെ പോയ ഒരാൾ വന്നാൽ അപ്പോഴത്തേക്കും അറിയുന്ന ഒരു അവസ്ഥയാണ്. അപ്പം എനിക്ക് ഈ റോഡൊന്ന് ശരിയാക്കി തരല് നിർബന്ധമാണ്. ന്യൂസ് ബ്യൂറോ, പൂക്കോട്ടുംപാടം. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.